നമസ്കാരം. നിങ്ങൾക്കറിയാം, എന്നെ പരിചയമുണ്ടെന്ന് എനിക്കറിയാം. ഇന്നിവിടെ വന്നിരിക്കുന്നത് ഡോക്ടർ KM ചെറിയാൻ മെഡിക്കൽ സയൻസ് ഹോസ്പിറ്റലിലാണ്, പല്ലിശ്ശേരിയിലുള്ള ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്. ഇന്ന് സംസാരിക്കുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ MDയും വളരെ ബഹുമാനപ്പെട്ട ആദരണീയമായ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കുട്ടാരത്തിനുമായിട്ട് നമ്മുടെ ചില കൺസേൺ, പ്രവാസികൾക്കുള്ള ചില കൺസേൺ ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില ഇവിടുത്തെ സർവീസുകളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് അച്ഛനെ സ്വാഗതം. നമസ്കാരം. അച്ഛാ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം KM ചെറിയാൻ ഹോസ്പിറ്റലിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഹോസ്പിറ്റൽ മറ്റു ഹോസ്പിറ്റലുകളിൽ നമുക്ക് വിഭിന്നമായിട്ട് പ്രവാസികൾക്ക് ധാരാളമായി ഉള്ള ഹെൽപ്പ്, അതായത് ഇപ്പം ഞങ്ങൾക്ക് കാനഡയിലും അമേരിക്കയിലൊക്കെ ഉള്ള പ്രവാസികൾക്ക് ഈ ഹോസ്പിറ്റലുമായിട്ട് വളരെ ബന്ധപ്പെട്ട സർവീസുകൾ ലഭ്യമാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അച്ഛന് ആദ്യം ഒരു ഇൻട്രഡക്ഷൻ തന്നിട്ട് അതിനെപ്പറ്റി കുറേ ഇൻഫർമേഷൻ തന്നാൽ പറ്റും. Thank you, Mr. Kurian. Congratulations for achieving the highest post in the NRIs in Canada. Congratulations. Thank you. On behalf of Dr. KM ചെറിയാൻ Institute of Medical Science. നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇത് റൂറൽ ഏരിയയിൽ ഒരു ഇൻ്റർനാഷണൽ കൺസെപ്റ്റോട് കൂടിയ തുടങ്ങിയൊരു ഹോസ്പിറ്റലാണ് 2021. ഇതിൻ്റെ ചെയർമാനായിരിക്കുന്നത് ശ്രീ PM സെബാസ്റ്റ്യനാണ്. അദ്ദേഹം ദുബൈ ബേസ് ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രീസാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു 16-അംഗ ടീമാണ് ഇതിൻ്റെ ബോർഡ് മെമ്പേഴ്സായിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള എല്ലാ മലയാളികൾക്കും മറ്റു വിദേശികൾക്കും വേൾഡ് ക്ലാസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന വലിയൊരു സെൻ്ററായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 1500 സ്റ്റാഫ്, 150-ൽ പരം ഡോക്ടർമാരും, ഏകദേശം 50-ൽ പരം ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് എല്ലാ മെഡിക്കൽ സയൻസിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഞങ്ങൾക്ക് തുടങ്ങാൻ കഴിഞ്ഞു. മാത്രമല്ല അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനും ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള സർജറികളും ട്രാൻസ്പ്ലാന്റേഷനും ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 20 നിലയിലുള്ള പുതിയ ഓൺകോളജി സെൻറ്ററിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അവസാനം അതും പൂർത്തിയാകും. അങ്ങനെ വരുമ്പോൾ തന്നെ പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ള പ്രഗത്ഭരായ ഡോക്ടർമാർ അത് ലീഡ് ചെയ്യുന്നുണ്ട്. വേൾഡിൽ തന്നെ ഇന്നുള്ള ഏറ്റവും പ്രഗത്ഭന്മാരായ 10 ക്യാൻസർ വിദഗ്ധ ഡോക്ടർമാരിൽ പ്രമുഖനായ ഡോക്ടർ ME പിള്ളയാണ് ക്യാൻസർ സെൻറ്റർ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും ആരോഗ്യരംഗത്ത് രോഗികൾക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ പ്രവാസികൾ, നമുക്കറിയാം, പ്രവാസികൾ അവർ വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നു, നാടിന് വേണ്ടി കഷ്ടപ്പെടുന്നു, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. 2 പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. ഒന്ന്, അവരുടെ ബന്ധുക്കൾക്ക്, നാട്ടിലുള്ള ബന്ധുക്കൾക്ക് വ്യക്തമായ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന കാര്യത്തിലുള്ള പ്രയാസമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് സമയത്ത് കിട്ടുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പ്രവാസികൾക്ക് അവിടെ വിദേശ രാജ്യങ്ങളിൽ നാട്ടിലെ പോലെ ഒരു കൺവീനിയൻറ്റ് കംഫർട്ടായിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. എല്ലായിടത്തും ഇൻഷുറൻസ് ഉണ്ട്, പക്ഷേ ടൈം ബൗണ്ടിൽ അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ 2 കാര്യത്തിനും ഞങ്ങൾ ഉത്തരം നൽകുകയാണ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് പ്രവാസികൾക്ക്, അവിടെ ഉള്ള പ്രവാസികൾക്ക് എങ്ങനെ ഇവിടുന്ന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. അതിന് ഞങ്ങൾ ഓൺലൈൻ കൺസൾട്ടേഷൻ വെച്ചിട്ടുണ്ട്. ആ ഓൺലൈൻ കൺസൾട്ടേഷനിൽ 24 hours നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഡ്വൈസ് കിട്ടും. അപ്പോൾ ആ അഡ്വൈസിനനുസരിച്ച് നിങ്ങൾക്ക് ആ കാനഡയിലോ അല്ലെ അമേരിക്കയിലോ അല്ലെ ഗൾഫിലോ നിങ്ങൾക്ക് അവിടുത്തെ ഡോക്ടർമാരെ കാണാം. കൺസൾട്ടേഷൻ നമ്മുടെ ഇവിടെ ഡോക്ടർമാരോട്ടായിരിക്കും. നേരത്തെ എടുക്കും. അപ്പം നമുക്ക് ഒരു കോൺഫിഡൻറ്റ് കിട്ടും. ഡോക്ടർ സംസാരിച്ചു എന്ന കാര്യങ്ങളാണ്. കാരണം അറിയാമല്ലോ, ഇപ്പം അവിടെ ഒരു സർജറിയൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 to 1 year ഒക്കെയാണ്, 6 months to 1 year ഒക്കെയാണ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ തീവ്രത മനസ്സിലാകും. നാട്ടിലോട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ രോഗത്തെക്കുറിച്ച് നമുക്കൊരു അവബോധം കിട്ടും, അതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് അവബോധം കിട്ടും. അതാണ് ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ പ്രിവിലേജ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ വിദേശത്ത് എല്ലാ സംഘടനകൾക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം നിങ്ങൾ അവധിക്ക് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരു വളരെ ലിമിറ്റഡ് ടൈമിലാണ് നിങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. നിങ്ങൾ ഒത്തിരി പ്രോഗ്രാമുമായിട്ട് ഷെഡ്യൂൾ ചെയ്താൽ വരുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല സമയം ഹോസ്പിറ്റലിൽ ചിലവഴിക്കുകയാണ്. അപ്പോൾ അതുണ്ടാകാതെ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റിൽ അത് നേരത്തെ അതിന് ഞങ്ങളൊരു നമ്പർ തരും. ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരാളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ വളരെ കംഫർട്ടായിട്ട് ഹോംലി ഫീലിങ്ങിലൂടെ. അതേ പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ വന്നപ്പോൾ തന്നെ ഒരാൾ കൂടെ നിന്ന് തന്നെയാണ് നമ്മളെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് ചെക്കപ്പിനൊക്കെ കൊണ്ടുപോയത്. വളരെ നല്ലൊരു സർവീസ് ആണ്. അതിനെ ഗസ്റ്റ് റിലേഷൻ എന്ന് പറയും. നമ്മൾ നിങ്ങൾക്ക് മാത്രമല്ല, ഏത് പേഷ്യൻ്റ് ഇവിടെ വന്നാലും അവരാണ് ആദ്യം റിസീവ് ചെയ്യുന്നത്. എന്നാൽ പ്രവാസികൾക്ക് വേണ്ടി ഞങ്ങളൊരു പ്രത്യേക പരിഗണന കൊടുക്കുന്നത്, നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടൈം വരും. ആ ടൈമിൽ
ടൈമിൽ നിങ്ങൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ആ ഒരു കംഫർട്ട് അവിടെ കിട്ടും. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളൊരു സ്പെഷ്യൽ കാറ്റഗറി ആക്കി മാറ്റും. അതെ, അത് മറ്റുള്ള രോഗികളെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ പ്രവാസികളാണ്, നിങ്ങൾ നാടിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങളെ ആ നിലയിൽ ഞങ്ങൾക്ക് ഒരു പ്രാധാന്യം തന്ന് ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമുള്ളൂ. അതുമല്ല, നിങ്ങൾക്ക് ധാരാളം പ്രോഗ്രാമാണ്, ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് വേണ്ടിയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അപ്പോൾ അത് ഹോസ്പിറ്റലിൽ ആ സമയം മുഴുവൻ കളയാതെ ആ ടൈം മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ട് ട്രീറ്റ് ചെയ്ത് പോകാൻ കഴിയും. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേറ്റീവ്സിനെ സംബന്ധിച്ചാണ്. അപ്പം മാതാപിതാക്കൾ പലരും ഒറ്റയ്ക്കായിരിക്കും അവിടെ കഴിയുന്നത്. അപ്പോൾ അവർക്ക് ഉള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അതും ഒരൊറ്റ കോൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യും. ഇനി അവരെ വീടുകളിൽ പോയി കളക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരും. നിങ്ങൾ ചെയ്യേണ്ട അതേ ജോലി ഞങ്ങൾ തന്നെ ചെയ്യും. ഒരു എമർജൻസി വന്നാൽ തീർച്ചയായിട്ടും 100% ബന്ധുക്കളില്ലെങ്കിൽ പോലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വളരെ നല്ല കാര്യം. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ആശുപത്രിയിൽ വിളിച്ചാൽ അവർ പെട്ടെന്ന് വന്ന് ആംബുലൻസ് വരുന്നു, പേരൻസിനെ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു. അത് ഞങ്ങൾ ഒരു പോളിസി അറിയിക്കുന്ന ഡോർ ടു ഡോർ സിസ്റ്റം എന്നാണ് പറയുന്നത്. വീട്ടിൽ ചെന്ന് അവരെ മക്കൾ എങ്ങനെ കയറും അതുപോലെ തന്നെ ഞങ്ങൾ കെയർ ചെയ്ത് കൊണ്ടുവന്നു, അതുപോലെ തന്നെ തിരിച്ചു അവിടെ കൊണ്ടുപോകും. എന്നിട്ട് ഈ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് തരികയും ചെയ്യും. അത് വളരെ നല്ല സർവീസാണ്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇപ്പം വിദേശത്തുള്ള ആൾക്കാരുടെ പേരൻസ് മാത്രം ഉള്ളപ്പോൾ അവർക്ക് വളരെ ഉപകാരപ്രദമായ സർവീസാണ്. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിങ്ങനെയുള്ള സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിച്ചത്, പ്രവാസി ലോകം ആഗ്രഹിക്കുന്ന ഒരു സർവീസാണ് ഇത്. പ്ലസ് ഇത് ഒരാവശ്യം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വളരെ വലിയ കാര്യങ്ങളാണ്. നമ്മൾ നാട്ടിൽ ഒരു അവധിക്ക് വരുമ്പോൾ വളരെ ഷോർട്ട് ടൈമായിട്ട് വരുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഓടി തീർക്കാനുണ്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ ഒരു ദിവസം മൊത്തം പോക്കാന്നുള്ള സാധാരണ ഇതിലൊരു കാഴ്ചപ്പാട്. ഇവിടെ വന്നാൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു, ഡോക്ടറെ കാണുന്നു, ചെക്കപ്പുകൾ നടത്തുന്നു, നമുക്ക് വീട്ടിൽ പോകാൻ സാധിക്കുന്നുള്ള ഒന്നാമത്തെ വലിയൊരു ഉപകാരമാണ്. രണ്ടാമത് ഇപ്പം അവിടെ നിൽക്കുന്ന ഒരാളിനെ ഇപ്പം ഞാൻ എടുപ്പോൾ ചിലപ്പോൾ എനിക്ക് പ്രശ്നമാണ്, അവരുടെ എൻ്റെ അമ്മയുണ്ട് ഇവിടെ, അമ്മ ആരും നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ആവശ്യം വന്ന് എന്ത് ചെയ്യും? അത് ഒരാവശ്യമില്ല, ജസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് വിളിച്ചാൽ ഉടനെ തന്നെ ഇവിടുന്ന് സർവീസ് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ ഇരിക്കുന്നതിനോട്ട് തന്നെ ഒരു സെറ്റപ്പ് ആകുമ്പോൾ അത് വളരെ നമുക്ക് സന്തോഷകരമായ കാര്യമായിരിക്കും, കംഫർട്ടബിളാണ്. അത് വളരെ രണ്ട് നല്ല സർവീസുകളാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ രണ്ട് കാര്യം കൂടെ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ. പ്രത്യേകിച്ച് നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ മതി, ഇപ്പോൾ അതല്ല, ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഹോൾ ബോഡി ചെക്കപ്പ് നടത്തണം. കാരണം പല അസുഖങ്ങളും, ഇപ്പം ക്യാൻസർ പോലുള്ള പല അസുഖങ്ങളും, ക്യാൻസറിൻ്റെ ചില വകഭേദങ്ങൾ 10 കൊല്ലത്തിന് മുമ്പേ നമ്മളിലേക്ക് വരും. പ്രത്യേകിച്ച് സ്ത്രീകളുള്ള ബ്രസ്റ്റ് ക്യാൻസർ, അത് സെൽഫ് ഡിറ്റക്ഷനിലൂടെയും അതുപോലെ ഇയർലി മമോഗ്രാം ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ പോസ്റ്റേറ്റ് ക്യാൻസറുകൾ, അത് ചില ടെസ്റ്റുകളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം ഹെൽത്ത് ചെക്കപ്പ് ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത്. അപ്പം ആരോഗ്യം നിലനിർത്തുന്നതിന് മുൻകൂട്ടി നമ്മൾ കാർ സർവീസ് ചെയ്യാൻ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരാണ്. കൃത്യസമയത്ത് കൊണ്ട് കാർ സർവീസ് ചെയ്യും. പക്ഷേ നമ്മളെ സെൽഫ് സർവീസിന് നമ്മൾ ശ്രമിക്കാറില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രായം ഇന്നൊരു പ്രശ്നമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വർഷത്തിൽ മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും, ഇപ്പം ഗൾഫിൽ നിന്ന് 1 പ്രാവശ്യം എന്നെങ്കിൽ, അല്ലെങ്കിൽ വിദേശ കാനഡ 1 പ്രാവശ്യമെങ്കിലും 1 പ്രാവശ്യമെങ്കിലും നമ്മൾ ഹോൾ ബോഡി ചെക്കപ്പ് നടത്തി നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കണം. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്യും. അതിനും നിങ്ങൾക്ക് ഒരൊറ്റ കോൾ വിളിച്ചാൽ അതിനും ഒരു കോർഡിനേറ്റർ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ സമയം പോലെ കംഫർട്ടായിട്ടൊരു ഡേറ്റ് തന്ന് നമുക്കത് ചെയ്യാൻ കഴിയും. അടുത്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം കെയർ ആണ്. ഹോം കെയർ ഇതുപോലെ തന്നെയാണ്. ബെഡ്റിനായിട്ട് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ബന്ധുമിത്രാദിൽ കിടക്കുകയാണെങ്കിൽ, മക്കളെല്ലാം വിദേശത്തായിരിക്കും, അവരെ സമയം അനുസരിച്ച് അതിനനുസരിച്ച് ഇവിടുന്ന് ഒരു ടീം ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള വളരെ വിദഗ്ധരായ നേഴ്സസ് ടെക്നീഷ്യൻ നേതൃത്വത്തിൽ അവരെ പോയി അവർക്ക് വേണ്ട എല്ലാ കെയറും ചെയ്ത് നമ്മൾ പാലിറ്റീവ് ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ അത് വീട്ടിൽ പോയി ചെയ്യും. ഹോം കെയർ ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ടൈം ഫ്രെയിം ആഴ്ചയിലോ അങ്ങനെ അത് നമ്മൾ ആവശ്യമനുസരിച്ച് ആഴ്ചയിലൊരിക്കലെങ്കിൽ ആഴ്ചയിൽ, മാസത്തിലൊരിക്കലെങ്കിൽ മാസത്തിലൊരിക്കൽ, അതനുസരിച്ച് നമ്മൾ അത് പോയി ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു 50 കിലോമീറ്റർ ചുറ്റളവ് ഞങ്ങളത് ചെയ്യുന്നു. വിദഗ്ധരായ ഡോക്ടേഴ്സാണ് അത് ലീഡ് ചെയ്യുന്നത്. അതിനുള്ള നേഴ്സസ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. അവർ ഒരു എമ്പതി ഉള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞിട്ട് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സർവീസാണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ വീട്ടിൽ വന്ന് നോക്കാന്നുള്ളത് വലിയ കാര്യമാണ്. ഈ പറഞ്ഞ സർവീസുകളൊക്കെയും പ്രവാസികൾക്ക് അത് വളരെ ആവശ്യം, അവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സർവീസ്. ഈ പറഞ്ഞ എല്ലാ സർവീസുകളും, കാര്യം ഇങ്ങനെയുള്ള സർവീസുകളോട് മുന്നോട്ടുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലെല്ലാം വന്ന് കണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലെവലല്ല. ഇത് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു ഫീൽ തോന്നുന്നൊരു ഇതാണ്. മറ്റൊരു കാര്യം, ഇപ്പം ഹാർട്ട് സർജറി ചെയ്ത പേഷ്യൻറ്റിന് ഒരു ഡിവൈസ് ഞങ്ങൾ വെക്കും. ആ ഡിവൈസ് ചെയ്താൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ
അവരുടെ പ്രഷറിനോ അല്ലെങ്കിൽ പിന്നെ പൾസിനോ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് ഞങ്ങൾ മോണിറ്റർ ചെയ്യും. ഈ മോണിറ്റർ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പേഷ്യൻറ്റിനെ അറിയിപ്പിച്ച് പേഷ്യൻറ്റിനെ വരുത്തേണ്ട അത്യാവശ്യങ്ങൾ ഇവിടെ വരുത്തും, അല്ലെങ്കിൽ അവരെ ഇൻഫോം ചെയ്യും. അങ്ങനെയുള്ള ഒരു ഡിവൈസ് കൺസെപ്റ്റ്, ട്രീറ്റ്മെൻറ്റ് കൺസെപ്റ്റ് ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഈ കാരണം സർവീസുകളെല്ലാം നമ്മളൊക്കെ വീടുകളിൽ ആവശ്യമുള്ളതും പ്രവാസികൾക്ക് ആവശ്യമുള്ളതുമായ തീർച്ചയായിട്ടും ഞങ്ങളുടെ പോളിസിയുടെ മറ്റൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് മറ്റൊരു പദ്ധതിയുണ്ട്, ATPP എന്ന് പറയും, ആക്സിഡൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം ഇൻ പബ്ലിക് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഞങ്ങളിപ്പോൾ അത് പോലീസ് സേനയിൽ തന്നെ ഏകദേശം 2000 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചെയ്യുന്നുണ്ട്, ഫയർഫോഴ്സിന് ചെയ്യുന്നുണ്ട്, എക്സൈസിന് ചെയ്യുന്നുണ്ട്. ഒരു ആക്സിഡൻറ്റ് ഒരു റോഡിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ തൊട്ട് ആ സ്പോട്ടിൽ തന്നെ അവരെ നോക്കി നിൽക്കാതെ അവർ ഒരു ആരോഗ്യ പ്രവർത്തകനായിട്ട് ഇരുന്നിട്ട് അവിടെ ഗോൾഡൻ അവേഴ്സ് എന്ത് ചെയ്യാനുള്ളത് അവരെ പരിശീലിപ്പിക്കുകയാണ്. അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും പങ്കെടുപ്പിക്കും. അങ്ങനെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ തൊട്ടേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു സ്പെഷ്യൽ ടീമുണ്ട്, നമ്മൾ പിന്നെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അവർ നല്ല ഡോക്ടർമാർ നേതൃത്വമുള്ള വളരെ വിദഗ്ധമായ ടീമാണ്. അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഇത് പരിശീലിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, രക്തം വാർന്ന് പലരും മരിച്ചു വന്നു, മനുഷ്യൻ ശ്രദ്ധിക്കാതെ വന്നു. അപ്പം പബ്ലിക്കിനെ അത് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ ദൗത്യം എന്ന് പറയുന്നത്. അതാണ് ആ ATPP-യിലൂടെ ചെയ്യുന്നത്. അതെ, നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ മെയിനായിട്ട് നമ്മൾ കാർഡിയോളജിയും ഓങ്കോളജിയും ആണല്ലോ, അത് രണ്ടും. നമ്മൾ കാർഡിയോളജി ആയിരുന്നു ആദ്യ സമയത്ത്, പക്ഷേ ഇപ്പം വിദഗ്ധരായ ഡോക്ടർമാർ വന്നുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, എസ്പെഷ്യലി കാർഡിയോളജി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്, ന്യൂറോ, ഗാസ്ട്രോഎൻട്രോളജി, ജനറൽ സർജറി, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ശക്തമായിട്ട് പേഷ്യൻസിനെ കയറുന്ന രീതിയിൽ ഭംഗിയായിട്ടുള്ള ഞങ്ങളുടെ കെയറിങ്, ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാലുള്ള കെയറിങ്ങിൻ്റെ വെളിച്ചത്തിൽ, അതാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ്. ആ കമ്മ്യൂണിക്കേഷനും കെയറിങ്ങിലൂടെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേ നിലയിലേക്ക് വന്നിരിക്കുന്നു. അത് വലിയൊരു കാര്യം. അത് വളരെ നല്ലതായിരിക്കും. ഇപ്പം നമുക്ക് ഒന്നല്ല എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇവിടെ വന്നാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും, അതും പ്രോപ്പറായിട്ട് തന്നെ കിട്ടും, നല്ല കെയർ എല്ലാം കൊണ്ടും വളരെ നല്ലതാണ്. സോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, പ്രവാസികൾ അവിടുന്ന് അവധിക്ക് വന്നു, അവർ ട്രീറ്റ്മെൻറ്റ് വന്നു, അപ്പം അവർക്ക് ഈ ഇവിടെയുള്ള ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസ് സ്കീമോ അങ്ങനെ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടാവും? നമ്മൾ ഹോസ്പിറ്റലിന് തന്നെ ഒരു ഇൻഷുറൻസ് ഇല്ല, പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്തും അത് വിദേശത്തും അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്കാറും ഇൻഷുറൻസ് സ്കീമായിട്ട് നമ്മൾ ടൈപ്പ് ആയിട്ടുണ്ട്, എംപാനൽമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 45ഓളം ഇൻഷുറൻസ് സ്കീമായിട്ട് നമ്മൾ പിന്നെ ടൈപ്പ് ആയിട്ടുണ്ട്. അത് നല്ല. ഇപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നേരത്തെ ഒരു ഇൻഷുറൻസ് എടുക്കാമെന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലുമായിട്ട് ലിങ്ക്ഡ് ആണ്, അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും. എന്നാൽ പാവപ്പെട്ട പേഷ്യൻസിന് അവർക്ക് ഞങ്ങളുടെ ഒരു പാക്കേജിൽ അവരെ ചെയ്യും. ഞങ്ങളുടെ ആപ്തവാക്യം എന്ന് പറഞ്ഞ സമ്പത്തിൻ്റെ പേരിൽ ഒരു ട്രീറ്റ്മെൻറ്റ് നിഷേധിക്കരുത് എന്നുള്ളതാണ്. അതിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സമ്പത്തിൻ്റെ പേരിൽ ഒരു ചികിത്സ നിഷേധിക്കരുത്, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ. കറക്റ്റ്. അതെ. അപ്പം ഞങ്ങളുടേതായ ഒരു പദ്ധതി അതുണ്ട്. സാധാരണക്കാരന് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കി അവരുടെ നിലയിലേക്ക് ചെന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയും ഞങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാം. അച്ഛാ, എന്തൊക്കെ എൻ്റെ പുതിയ പ്രൊജക്റ്റുകൾ നമുക്കുള്ളത്? ഇപ്പോൾ പുതിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫിലോസഫി ഉള്ളതെന്ന് വേൾഡ് ക്ലാസ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ഇൻ എ റൂറൽ ഏരിയ വിത്ത് അഫോർഡബിൾ റേറ്റ് എന്നുള്ളത് തന്നെയാണ്. മെഡിക്കൽ സയൻസിൽ വേൾഡിലുള്ള ട്രീറ്റ്മെൻറ്റെല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നല്ല പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റിനൊക്കെ ആവശ്യത്തിന് വിദേശ രാജ്യങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. അത് ഒഴിവാക്കി അവരവരുടെ നാട്ടിൽ തന്നെ അന്തർദേശീയ നിലവാരത്തിലുള്ള സൗകര്യങ്ങളും ചികിത്സകളും ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങൾ ലോകത്തിനെ കാണിച്ചു കൊടുത്തു. അതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് മെഡിക്കൽ സയൻസ് പറഞ്ഞ് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പുതിയ ഏറ്റവും വലിയൊരു കൺസെപ്റ്റ് ഓൺകോളജി സെൻറ്റർ തന്നെയാണ്. വേൾഡ് ക്ലാസ് ട്രീറ്റ്മെൻറ്റ് ഉള്ള ഒരു ഓൺകോളജി സെൻ്ററാണ്. 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ 20 നിലയിൽ ഞങ്ങൾ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റേഡിയേഷനും പിന്നെ പെരിസിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെ എല്ലാം വരുന്നു. മറ്റൊന്ന് പറയുന്നത്, ഞങ്ങൾക്ക് എല്ലാ ട്രാൻസ്പ്ലാന്റേഷനുമുള്ള അംഗീകാരം ലഭ്യമായിട്ടുണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിലും ലിവർ ആണെങ്കിലും പൻക്രിയാസ് ആണെങ്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണെങ്കിലും കാർഡിയാക് ആണെങ്കിലും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു മൾട്ടി ലെവൽ ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്റർ ഞങ്ങൾ സംജാതമാക്കിയിട്ടുണ്ട്. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നീട് മൂന്നാമതുള്ള ഞങ്ങൾ മെഡിക്കൽ ടൂറിസത്തിലേക്കാണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ടൂറിസം വിദേശികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, കാരണം ഇവിടുത്തെ ടൂറിസത്തെയും കൂടെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡിജിനസ് ട്രീറ്റ്മെൻറ്റ് ആയ നമുക്ക് ആയുർവേദമാണെങ്കിലും അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ ഇതിനോട് പാരലായിട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് ഹിൽ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബാക്ക്വാട്ടേഴ്സിലൊക്കെ പോയി ഇവിടുത്തെ നമ്മുടെ ഒരു സെറിനിറ്റിയും കൂടെ എൻജോയ് ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ആ സൗന്ദര്യം കൂടെ എൻജോയ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു സൗകര്യങ്ങൾ ഞങ്ങൾ പ്രത്യേക പാക്കേജായിട്ടാണോ അതെല്ലാം പറ്റിയും പാക്കേജായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതൊരു ലോങ് ടൈം പ്ലാൻ. അത് നല്ല വിദേശികൾക്കൊക്കെ വന്ന് കണ്ട് കേട്ട് ആരോഗ്യം മെച്ചപ്പെടുത്താം, ഒപ്പം മാനസികമായ സന്തോഷം ഉൾപ്പെടുത്തി നല്ലൊരു ആശയമാണ്. നമുക്ക് ആയുർവേദത്തിൻ്റെ പ്ലാനും ഉണ്ട്. അത് ഞങ്ങളുടെ ഒരു 2-3 വർഷത്തിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നത്. അത് ഞങ്ങളുടെ ചെയർമാൻ്റെ ഒരു വലിയൊരു വിഷനും കൂടെ. അത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് KM ചെറിയാൻ ഹോസ്പിറ്റലിനെ പറ്റി ബഹുമാനപ്പെട്ട അച്ഛന് നമുക്ക് പറഞ്ഞു തന്നു. ഇത് നമുക്ക് പലർക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങളാണ് ഇപ്പം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഭാഗത്തുനിന്ന് കേട്ടത്. കാരണം നമ്മുടെ പേരൻസിന് വയ്യാതെ ഉണ്ടാവുകയാണല്ലോ, ഇവൻ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിലോ, അല്ല നാട്ടിൽ നിന്ന് വന്ന് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഡോക്ടറെ ഒന്ന് ചെക്കപ്പ് ചെയ്യണമല്ലോ, ഒക്കെയുള്ള സൊല്യൂഷൻസാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നല്ല സർവീസ് ചെയ്യുന്ന KM ചെറിയാൻ ഹോസ്പിറ്റലിന് നമ്മുടെ പ്രവാസികളുടെ, പ്രത്യേകിച്ച് കാനഡയിലുള്ള എല്ലാ പ്രവാസികളുടെയും പേരിൽ ഞാൻ ഹാർദവമായ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ അനുഗ്രഹവും പ്രാർത്ഥനയെല്ലാം ഈ ഹോസ്പിറ്റലിനുണ്ടാകും. അച്ഛൻ്റെയും പ്രാർത്ഥനയും സഹകരണമൊക്കെ പ്രവാസികൾക്കുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നന്ദി. താങ്ക് യു.